ജൂലൈ 28 ഇന്ന് ഹെപ്പറ്റൈറ്റിസ് ദിനമാണ്. എന്തിനാണ് ഇങ്ങനൊരു ഹെപ്പറ്റൈറ്റിസ് ദിനം? 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള വൈറസ് കൊണ്ടുള്ള അസുഖം ഈ ലോകത്ത് 30 കോടി ആൾക്കാരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്, പലപ്പോഴും നമ്മൾ ഈ അസുഖം വരുമ്പോഴത്തേക്കും അറിയുന്നില്ല ഇതിനെക്കുറിച്ച്. അത് വന്ന് അതിൻ്റെ മൂർച്ഛന്യത്തിലെത്തി സിറോസിസായി, ക്യാൻസറായി, ഈവൻ മരണം വരുന്നതിന് ആ ഒരു സമയത്തെ പലപ്പോഴും ഇത് അറിയാനുള്ളൂ. മൂന്നാമത്, അത് നമുക്ക് കൂടുതലും നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എന്നതിൻ്റെ അർത്ഥം, ഹെപ്പാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കരൾ, ഐറ്റിസ് എന്നാൽ ഇൻഫ്ലമേഷൻ. ഇപ്പോൾ ലിവറിൽ ഇൻഫ്ലമേഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അത് വൈറസ് ABCDE എന്നുള്ള 5 വൈറസ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് B വൈറസിനും A വൈറസിനും വാക്സിനേഷൻ അവൈലബിളാണ്. ആ വാക്സിനേഷൻ എടുത്താൽ തന്നെ നമുക്ക് നല്ലൊരു ശതമാനം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് Bയും Cയും പടരുന്നത് കൂടുതലും ബ്ലഡ് വഴിയാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ എടുക്കുന്ന ബ്ലഡ് ബാങ്കിലെ ബ്ലഡ് ഇതിനു വേണ്ടി ടെസ്റ്റ് ചെയ്ത് ഈ വൈറസ് ഇല്ലയെന്ന് 99.9% ഉറപ്പുവരുത്തിയിട്ടേ കൊടുക്കാറുള്ളൂ. പക്ഷേ അതല്ലാതെ വരുന്നത് പലപ്പോഴും ഈ നീഡിൽ ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് B ഉള്ള ഒരാളുടെ ബ്ലഡുമായിട്ട് എങ്ങനെയെങ്കിലും മിക്സ് ചെയ്യുകയോ ഓർ ഈവൻ സെക്ഷൽ റിലേഷൻ വഴിയും ഇത് പടരാനുള്ള ചാൻസ് ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് A എന്ന് പറയുന്നത് അതിൻ്റെ ട്രാൻസ്മിഷൻ കേട്ടാൽ പലപ്പോഴും അരോചകമായിട്ട് തോന്നും. ഫീക്കോ ഓറൽ എന്ന് പറയും. അതായത് മലം നമ്മുടെ വായുവായിട്ട് ടച്ച് ചെയ്യുമ്പോൾ വരുന്നത്. അങ്ങനെ നേരെ ടച്ച് ചെയ്യുന്നതല്ല. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹെപ്പറ്റൈറ്റിസ് A ഉള്ള ഒരാൾ, അവർക്ക് ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുമ്പോഴത്തേക്കും ആ വൈറസ് അവരുടെ മലം വഴിയാണ് വെളിയിലോട്ട് വരുന്നത്. അപ്പോൾ പുള്ളി മലവിസർജനം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് കൈ നന്നായിട്ട് വാഷ് ചെയ്തില്ലെങ്കിൽ ആ കയ്യിൽ മൊത്തം വൈറസിൻ്റെ പാർട്ടിക്കിളായിരിക്കും. പിന്നെ പുള്ളി ഇത് എവിടെ തൊട്ട് കഴിഞ്ഞാലും, പുള്ളി ഒരു കുക്കാണെങ്കിൽ പുള്ളിയുടെ ഫുഡിൽ മൊത്തം വരും, വെള്ളത്തിൽ മൊത്തം വരും. അത് മാത്രമല്ല, തൊട്ടടുത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം തൊട്ട് കഴിഞ്ഞാൽ ഫോൺ എല്ലാത്തിലും ആ വൈറസ് വരും. ആ സാധനം അടുത്തുള്ള ഒരാൾ തൊടുമ്പോഴത്തേക്കും അവരുടെ കയ്യിലോട്ട് ആ വൈറസ് പടരുന്നു. ഫുഡ് കഴിക്കുകയാണെങ്കിൽ നേരെ വയറിനകത്തോട്ട് പോവുകയാണ്. കയ്യിൽ വന്നു കഴിഞ്ഞാൽ ആ കൈ കൊണ്ട് നമ്മൾ പിന്നെ വായിൽ തൊടുമ്പോൾ ആ വൈറസ് വായു വഴി വയറിനകത്ത് ചെല്ലുന്നു. വയറിൽ നിന്ന് നമ്മുടെ കുടലിനകത്തുള്ള ബ്ലഡെല്ലാം ആദ്യം പോകുന്ന ലിവറിലോട്ടോ, വയറിൽ നിന്ന് നേരെ ലിവറിലോട്ട് പോകുന്നു. അങ്ങനെയാണ് ഹെപ്പറ്റൈറ്റിസ് A പടരുന്നത്. അപ്പോൾ ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുന്നുള്ളത് 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന്, കൈ വൃത്തിയായിട്ട് നന്നായിട്ട് കഴുകുക. നമ്മൾ കോവിഡ് സമയത്ത് ഹാൻഡ് ഹൈജീൻ എന്ന് പറയുന്ന പോലെ അത് എപ്പോഴും നമ്മളത് യൂസ് ചെയ്യണം. നമ്മൾ മലവിസർജനം ചെയ്താൽ മാത്രമല്ല, എപ്പോഴും ആഹാരം കഴിക്കുന്നതിന് മുമ്പ്, കുക്ക് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് സോപ്പ് വെള്ളമിട്ട് കഴുകണം. കഴുകുന്നത് ജസ്റ്റ് കൈ മാത്രം, ഇവിടെ മാത്രം പോരാ, കൈയുടെ ഫ്രണ്ട്, ബാക്ക്, ടിപ്സ് ഓഫ് ഫിംഗേഴ്സ്, തള്ള വിരൽ, ഇതൊക്കെ നമ്മൾ കഴുകാൻ മറക്കുന്ന സാധനങ്ങൾ, അവിടെ എല്ലാം നന്നായിട്ട് കഴുകണം. രണ്ടാമത്, നമ്മൾ കഴിക്കുന്ന ഫുഡ് നോക്കുക. എസ്പെഷ്യലി വീട്ടിലുള്ള നമ്മൾ പലപ്പോഴും കുക്ക് ചെയ്ത് കഴിക്കും, പക്ഷേ വെളിയിൽ നിന്ന് കഴിക്കുന്ന ഫുഡ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ അതൊന്ന് വളരെ കെയർഫുൾ ആയിരിക്കണം. മൂന്നാമത്, വാക്സിനേഷന് വേണ്ടി പോവുക. നേരത്തെ പറഞ്ഞ പോലെ ഹെപ്പറ്റൈറ്റിസ് Aയ്ക്കും ഹെപ്പറ്റൈറ്റിസ് Bയ്ക്കും വാക്സിനേഷനുണ്ട്. നാലാമത്, എന്തെങ്കിലും സിംറ്റം വരുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പോയി നമ്മൾ ടെസ്റ്റ് ചെയ്യണം. പോയി നമ്മൾ നാട്ടുവൈദ്യന്മാരുടെ അടുത്തൊക്കെ പോയി നേരെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് അപകടകരമാണ്.